അതിൻ്റെ കുറവ് കൊടുത്തിട്ട് ഒരാഴ്ചയായി. അതിനെപ്പറ്റി ഒരു വിവരമില്ല. ഇന്ന് ഹിന്ദു ശശിയുടെ കാര്യം പറഞ്ഞു. ഹിന്ദു ശശി പറഞ്ഞാൽ അവിടെ നിന്ന് എന്താണ് അയക്കണം എന്നുള്ളത് ഗവർണർ ഓഫീസുകാർക്ക് അറിഞ്ഞൂടാ. അതിലെന്താണ് അയക്കണം എന്നുള്ളത് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് പിന്നീട് ഞാൻ ആറാറുകാർക്ക് തിരുത്താനായിട്ട് എസ്ഐയിലേക്ക് കൊണ്ടുപോയി 50 രൂപ മുടക്കി. അവിടെ അതിനൊരു പേപ്പറിൽ നിന്ന് 10 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ അങ്ങനെ അനുസരിച്ചിരിക്കുകയാണ്. തിരുത്താൻ വേണ്ടിയുള്ള ഏർപ്പാട് എല്ലാം റെഡിയാക്കി ഒരു കൊണ്ട് അവിടെ കൊണ്ടുവന്ന് കാണിക്കാൻ 10 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അതിന് അടുത്ത തിങ്കളാഴ്ച നടക്കും. പിന്നെ ആ ഒറിജിനൽ ഉണ്ടാക്കി വാങ്ങിച്ചും കൊണ്ട് ഇനി ഒന്നുകൂടെ കോഴിക്കോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. അതിന് പുറമെ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം പിന്നെ രണ്ടാമത്തെ കിട്ടിയില്ല. കിട്ടിയ ബസ്സിലേക്ക് മറ്റൊരായിരം ഇട നീ അവിടെ അങ്ങോട്ട് പോകുമ്പോ അവര് എങ്ങനെയാണ് അത് കെട്ടിയിരിക്കണം നോക്കിയിട്ടുണ്ട്. കക്കൂസേ അത് കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ കുടുംബ വീട്ടില് പെണ്ണിനാണോ അല്ല ഇവനാണോ? അവന് ചെറുക്കൻ കള്ളക്ക് പുതിയ വീട്ടിലേക്കല്ല കള്ളക്ക് പഴയ വീടുണ്ട്. അതിന് അവിടെ ഈ ടാങ്ക് 2 കുഴി എടുക്കണം. 10 അടി ഗ്ലാസ്യയിൽ അല്ല 4.5 അടി ഗ്ലാസ്യയിൽ 2 കുഴി എടുക്കണം. അവർ 2 കുഴി എടുത്ത് പേസ്മെന്റ് ഉണ്ടാക്കിയിട്ട് പേസ്മെന്റിന്റെ 10 അടി പൊക്കത്തിന് കാവു കണക്ക് റൂമും ഉണ്ടാക്കി. അപ്പൊ അത് റൂമിന് ആദ്യം പേസ്മെന്റ് ശരിയായില്ല. അപ്പൊ മറ്റേ കുഴി ശരിയാക്കിയിട്ടില്ല. അത് കരിയപ്പനാട് അതാ കിട്ടി. അവര് വെള്ളമില്ലെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. അവർക്ക് 2ാം വീട് കിട്ടിയില്ല. 2 വീട്ടുകാർക്ക് 5000 രൂപ കിട്ടി. കിട്ടില്ല ഇവിടെ അവര് പലിശയ്ക്ക് പണം എടുത്ത് എല്ലാ കംപ്ലീറ്റ് പണിയും ചെയ്തു. അവർക്ക് പൈസ കിട്ടിയില്ല. നമ്മളെ കേസ് ഇങ്ങനെയാണ്. അപ്പൊ ഹിന്ദു ശശി പറഞ്ഞ് ഇന്നാൾ ഇവിടെ വന്നിരുന്നു. ഹിന്ദു ശശി അവർ വിളിച്ച് ചോദിച്ചു. ഗവർണർ പാർട്ടിക്ക് വിളിച്ച് ചോദിച്ചു. അത് പറഞ്ഞാൽ അവര് പറഞ്ഞ് നമ്മളെ പാറ അയച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു വിവരം അറിയാൻ വയ്യ. അപ്പൊ ഇനിയിപ്പോ ഒറിജിനല് കിട്ടും മറക്കാൻ മതി. അതും കൊണ്ട് പോയി ഒന്നുകൂടെ കിടക്കാം. അങ്ങനെ പിന്നെ നമ്മളെ കേസ് എന്ന് പറയണത് അവര് കുഴിയെടുക്കാൻ പറഞ്ഞിരിക്കുകയല്ലേ. നമ്മളിപ്പോ കുഴിയെടുക്കുന്നില്ല. വൃത്തിയാക്കി എടുത്താലും മതി. ഇതറിയാത്ത രീതിയിൽ വൃത്തിയാക്കി സിമെന്റൊക്കെ ഇട്ട് പൂശി പേസ്മെന്റ് അല്ല ടാങ്കിന്റെ പേസ്മെന്റ് സിമെന്റ് വാങ്ങിച്ച് പൂശിയാൽ മതിയല്ല. പിന്നെ ഇവിടെ ഇതിനകത്ത് ക്ലോസറ്റ് വയ്ക്കണം. അത് ഇളകി കളഞ്ഞിട്ട് അല്ല ആദ്യം കട്ടയിലെല്ലാം ഇടിച്ച് കളയണം. ചുവര് കെട്ടിയാലേ പറ്റുള്ളൂ. ചുവര് കെട്ടിയേ വെക്കും. ചുവര് പക്ഷെ ഒരു കുഴിയിൽ എടുക്കണം. 2 കുഴി വേണമെന്നല്ലേ പറയണത്. 2 കുഴി വേണമെന്ന് പറഞ്ഞാൽ 10 അടി ഇതാഴ്ച ഒരു കുഴി കിടക്കല്ലേ. പിന്നെ ഒന്നെടുക്കണം. എടുക്കാൻ സാപ്പ് എടുക്കാൻ സാപ്പ് കിടക്കാൻ കുഴി എടുക്കണം. അങ്ങനെ ആദ്യം പൈസ കിട്ടണം. എടുക്കാം. നിക്ക കള്ളി ഇല്ലെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഇത് വെച്ച് കാണിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാന്ന് വെച്ചിരുന്ന എന്റെ അഭിപ്രായമാണ് ഞാൻ പറയണത്. നിങ്ങള് അത് പൂശി എടുക്കണം. ടാങ്ക് നമ്മൾ കെട്ടിയിരിക്കില്ലേ അതിന്റെ പുറമൊന്ന് സിമെന്റ് പൂശി എടുക്കുമ്പോൾ സ്ലാപ്പായി. അല്ല ടാങ്കും കുഴിയായി. ഇതിനകത്ത് കട്ടയെല്ലാം ഇടിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് പേഴ്സൻ്റ് ഉണ്ടാക്കണം. ആ ക്ലോസറ്റ് ഉണ്ടാക്കി കളയണം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ക്ലോസറ്റ് ഇളക്കി കളയോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൂടെ വയ്ക്കുകയോ ചെയ്യാമെന്നുള്ള സൗകര്യം പുറത്തൂടെ വയ്ക്കാൻ പറ്റില്ല. ഇളക്കി കളഞ്ഞാലേ പറ്റുള്ളൂ. അപ്പം അത് ഇളക്കി കളഞ്ഞിട്ട് 200 പോകുന്ന ഒരു ക്ലോസറ്റ് വാങ്ങിക്കണം. അപ്പുറത്ത് ഏറെ പൈപ്പും വാങ്ങിക്കണം. വേറെ പുതിയത് വയ്ക്കട്ടെ. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പൈസ കിട്ടിയതിന് ശേഷമുള്ള ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. സീറ്റ് മാറ്റി വെച്ചിട്ട് കട്ട ഇടിക്കുക. ഇടിച്ച് കളഞ്ഞും വെച്ച് പേഴ്സൻ്റ് ഉണ്ടാക്കണം. ഈ ക്ലോസറ്റ് വെച്ച് പേഴ്സൻ്റ് ഉണ്ടാക്കി താവൂക്ക് കയറി കെട്ടണം. താവൂക്ക് കെട്ടണം എന്ന് പറഞ്ഞാൽ 10 അടി പൊക്കം വേണം. ഇവരൊക്കെ അങ്ങനെ അവരാണ് പറഞ്ഞിരിക്കുക. 10 അടി പൊക്കത്തില്ലേ. അപ്പം ഇതിന് പേഴ്സൻ്റിന് ചല്ലി വേണം. അതിവിടെ ഉണ്ടാക്കിയില്ല, ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ചാക്ക് സിമെന്റ് അടിക്കുന്നുണ്ട്. 2 ചാക്ക് സിമെന്റ് വേണ്ടേ.
എൻ്റെ സിമെൻറ്റ് വേണം. 2 ചാക്ക് സിമെൻറ്റിന് 1000 രൂപയാവും. അതിവിടെ കൊണ്ട് തരണേന് കടയിൽ നിന്ന്. പിന്നെ റാവുക്ക് നരിക്കലിൽ നടന്ന് 2 ട്രിപ്പായിട്ടേ വരുള്ളൂ ഈ ഇതിൽ. അപ്പം വലിയ വണ്ടി ഇടുകയാണെങ്കിൽ എല്ലാം കൂടെ വരും. 20 കൂട്ടം മണ്ണ് വേണം, പടി, പിന്നെ 120 റാവുക്ക് വേണം, പിന്നെ 2 ചാക്ക് സിമെൻറ്റ്. ഇതെല്ലാം കൂടെ ഒറ്റ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ 600 രൂപ ആവും പറഞ്ഞു. വണ്ടി വാടക എല്ലാം കൂടെ 600 രൂപയാവും. അപ്പീലോടെ ഞാൻ ചോദിച്ചപ്പോൾ മറ്റവൻ്റെ മറ്റേ പിക്കപ്പ് വേണോ ചോദിച്ചപ്പോൾ അത് 2 ട്രിപ്പായിട്ടേ വരും. അമ്മമാർക്കും ആവും 200 ഇതുമാകും. അപ്പം അത് എല്ലാം നമ്മൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വച്ചിരിക്കുന്നതിൻ്റെ ഈ മരുന്ന് അറിഞ്ഞിട്ട് ഇനി 10 ദിവസം കഴിഞ്ഞ് ഇത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പരിപാടിയിൽ ഇരിക്കുകയാണ്. അപ്പം അത് പൈസ പൈസ അത് 500 രൂപ 5000 രൂപ അല്ലേ? ചല്ലി 6 വിട്ട വേണം. 6 വിട്ട പിന്നെ ഇത് അവര് 5000 രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉരുപ്പടി എടുത്തുകൊണ്ട് പോയി പണയം വെച്ച് 15,000 രൂപ ഒപ്പിക്കാം. അവർ 5000 കൂടെ ചേർത്ത് അതിനെ എടുത്തുകൊണ്ട് ഒരു തന്നിട്ട് 5000 രൂപ തന്നിട്ട് ഉരുപ്പടി എടുത്തുകൊണ്ട് പണയം വെച്ച് മൊത്തത്തിൽ പണി ചെയ്യാം. പണി ചെയ്തിട്ട് വരുമ്പോൾ 8000 രൂപ വരും രണ്ടാമത്തെ കെടു. പിന്നെ അത് കംപ്ലീറ്റ് പണി ചെയ്തെന്ന് പറഞ്ഞു ചെന്നാൽ മൊത്തം തരണമെങ്കിൽ തരത്ത് 15,400 രൂപ കൊടുക്കുമെന്നാണ് പറയുന്നത് മൊത്തത്തിൽ. അപ്പം അത് അതിൻ്റെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ ഈ പൈസ 5000 രൂപ തരുകയാണെങ്കിൽ നമുക്ക് പണി തുടങ്ങാം. അപ്പം നീണ്ട ആവശ്യം എന്ന് പറയുന്നത് കല്ല് അവിടെ നിന്ന് അവർ കയറ്റി വിട്ട് ഇവിടെ വേണം ഇറക്കാൻ നീ വേണ്ടത്. പിന്നെ ഒരു കയ്യാൾ വേണം. 2 മേശികാരെ കൊണ്ട് ഇരികൊള്ളു. പിന്നെ ഇവിടെ ബൈക്കാട് ശശി എന്ന് പറഞ്ഞ എടുത്തോടുണ്ട് ശരിയാക്കാം. ഇഞ്ഞച്ചൊക്കെ ഇട്ടിട്ട് വെട്ടും പോലെ ആരെങ്കിലും വിളിക്കാം. എന്ത് പണക്കോ അല്ലേ ട്രാക്കുമായിട്ട് ഞാൻ മിണ്ടില്ല. കാര്യം അന്നത്തെ വഴക്ക് പിന്നെ ശ്രീകണ്ഠൻ്റെ ഇവൻ പറഞ്ഞ് എന്നോടാന്ന് പറഞ്ഞ് അമ്മ എനിക്ക് പണം ഉണ്ടാക്കി തന്നു. ഞാൻ പറഞ്ഞ് നിനക്ക് നിറതാണെന്ന് ചോദിച്ചു. ഞാൻ വഴക്ക് പറഞ്ഞു. അതിനനുസരിച്ച് എല്ലാം മിണ്ടില്ല. വേറെ ആരെങ്കിലും വിളിക്കണം. ഭക്തന്മാരായ വേറെ ആരെങ്കിലും വിളിക്കണം. അതല്ലെങ്കിൽ നിന്റെ അവിടെ നിന്ന് ഒരാളുടെ കൊണ്ടുപോവാ. 800 രൂപ 850 രൂപയാണ് ഒരാളുടെ കൂലി. 10 മേശിയുടെ കൂലി. അതുമാകുമ്പോൾ കല്യാണിനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് ലാഭം വരും. അല്ലെങ്കിൽ അവന്മാർക്ക് 2000 രൂപയ്ക്കകത്താവും. അത് 2 സിമെൻറ്റ് 2 മറ്റേത് 4200 രൂപയാവും. എല്ലാം കൂടെ 4400. 4400 4 8,400 12 എല്ലാം കൂടെ 12. 4 രൂപ 4200 റാവുക്കും മണ്ണും കൂടെ. 4 രൂപ സിമെൻറ്റും കൊത്തൻ്റെ കയ്യാളും എല്ലാം കൂടെ ഒരു 10-12 രൂപയ്ക്കകത്ത് ഇതൊന്നും തോന്നണം. ഇവിടെ ചെയ്തപ്പോൾ 17,000 രൂപയായിരുന്നു കിച്ചിൻ്റെ പാട്ടിക്കാർ ചെയ്തപ്പോൾ. എന്തായാലും അവർ അനുവദിച്ച് വന്നതിന് ശേഷം ഇറങ്ങിയാൽ മതി. അതിപ്പോൾ നമ്മൾ ഇറങ്ങണ്ട. അവരെ വാക്കും കേട്ടുകൊണ്ട് ഇടിച്ചിരുന്നെങ്കിൽ നമ്മൾ ഊപ്പാട് തന്നെയായിരുന്നു. അത് പൈസ ഒരു ഗഡുവെങ്കിലും കിട്ടിയിട്ടേ പൈസ ഈ വീട് ഇടിക്കാവൂ. ഇല്ലെങ്കിൽ അതിന് ഇതല്ലേ കുസ്
എവിടെ അന്നദാനത്തിന് എവിടെ പോയേ? തെങ്ങുമ്പള് തെങ്ങാളി തുടങ്ങിയ അവിടെ തീർന്നു. മറ്റന്നാൾ തീരും. ലൈറ്റ് എന്ന് മറ്റന്നാൾ തീരും. ലൈറ്റ് എന്നാണ്? മറ്റന്നാളാ? മറ്റന്നാൾ എല്ലാം വച്ച് കെട്ടണേ ഉള്ളു ഞാൻ ഇരുന്നപ്പം. മറ്റന്നാൾ പിന്നെ ഞാൻ അഭേദ പദത്തിന് ഇരിക്കുകയാണ്. കക്കൂസിന്റെ കാസ് ഞാൻ ചോറ് ആണ്ട് നമ്മളവിടെ ഒരു വീടിൻ്റെ അടുത്തൊരു കുളിയായിരുന്നു മറ്റില്ല. ഞാൻ ചോറുണ്ടോണ്ടാണ് വന്നത്. നിട്ടുപൂരം ഒരു പ്രസാദമല്ലേ ശകലം തരി. ഇവിടെ അന്നുകൊണ്ടും മരണം നടന്നു. വടക്കിന്റെ വീട്ടിലൊരു മെരുപ്പ് കിടന്നു. അതാര്? ഒരു കളവൻ അവൻ്റെ ചെറുക്കൻ്റെ അമ്മാച്ചിൻ്റെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങ് കിടന്നു. അപ്പം അത് TV ക്യാൻസറിൻ്റെ അസുഖം പാടൊന്നും കഴിക്കാതെ ചെയ്തത് അങ്ങനെ. പിന്നെ ഇന്ന് മോഹനം ചത്ത്. ഉള്ളമുളെ മോഹനം ചത്ത്. അതാരാണ്? ഉള്ളമുളെ മോഹൻ ശ്രീകണ്ഠൻ്റെ വീട്ടിൻ്റെ തൊട്ട് മോളിലിരിക്കുന്ന കുട്ടനിക്ക് കുട്ടപ്പൻ. കുട്ടപ്പൻ്റെ ചുറ്റപ്പന ആരാണ്? അവനിവിടെയാണ് ഇപ്പോൾ ഇത് അടക്കം ചെയ്തത്. ചേങ്കോട്ട് കൊണ്ടതാണ് അത്. അവിടെ ചായക്കട നടത്തുന്ന ഹോട്ടൽ നടത്തുന്നു മോഹനെ. ഉളമ്പളെ മോഹൻ എന്ന് പറഞ്ഞതാണ്. അത് ഇത് ബാല് അത് പോയി. ഞാൻ മരിപ്പിന് പോയി. പിന്നെ ആ ഒരു മരിപ്പ് അതിൻ്റെ അപ്പുറത്ത് നടന്നു. കോട്ടുമ്പളയൊക്കെ പോയി. കറിയെല്ലാം പേര് ബാക്കി ചോറ തിന്നണ്ടേ? ബാക്കി ഇവിടെ കറി ഉണ്ടാക്കില്ല. മതി മതി. ഇതെന്തിനു ഇത്രയൊന്നും വേണ്ട. ആവശ്യത്തിനോട് നിന്റെ പാതി അങ്ങ് അടിക്കും ചോറ്. ഞാൻ ഉണ്ടോണ്ട് വന്നെന്ന് പറയില്ല. പിന്നെ നിങ്ങൾ നിർബന്ധിച്ചോണ്ട് തിന്ന കുറച്ചങ്ങ് അടിക്കും. പാതി നീക്കി കിട്ടാണേ. ഞാൻ അവിടെ നിന്ന് ഇപ്പൊ വിളമ്പി എടുത്ത് ഇപ്പൊ അവിടെ വിളമ്പി കൊടുത്തിട്ടൊക്കെ വന്നേന്ന്.